Good evening all. I think you all remember where we stopped in the last class. In the last class, we have discussed about two past tenses. Which are they? They were simple past tense and past continuous tense. I think you all remember what we said in the last class. We already discussed about the form of the simple past tense and verb we uses and the timing words in the tense. Okay, and like that we also discussed past continuous tense also. So now we have to move on to the rest of the past tenses, that are past perfect tense and past perfect continuous tense. So we can move to the first tense, that is past perfect tense. So listen, this is past perfect tense. Before we are moving to past perfect tense, just rewind what was the form of present perfect tense. Okay, so the form of the present perfect tense was subject plus have or has plus V3. So the auxiliary we used in present perfect tense were have and has. So now when we are coming to past tense, here there is only one auxiliary in past perfect tense. Which is that? The auxiliary is had. So the form of past perfect tense is subject plus had plus V3. Clear? Okay. So we have already said what is the form of past perfect tense. Now we want to know that where we use this tense, or which is the situation that we uses past perfect tense. ശ്രദ്ധിക്കണം കൃത്യമായിട്ട് എവിടെ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നു. രണ്ട് കഴിഞ്ഞു പോയ കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. രണ്ട് കഴിഞ്ഞു പോയ കാര്യങ്ങളെ പറ്റി പറയുന്ന സമയത്ത് അതിൽ ആദ്യം നടന്ന കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ടു പാസ്റ്റ് ഇവന്റ്സ്, ആ രണ്ട് പാസ്റ്റ് ഇവന്റ്സിൽ ആദ്യം നടന്ന കാര്യം, അത് എക്സാമ്പിൾ പറയുമ്പോഴേ നമുക്ക് ക്ലിയർ ആവൂ. ശ്രദ്ധിക്കാം, എക്സാമ്പിൾ നോക്കണം. എന്താണ്? ദ കിഡ്നാപ്പേഴ്സ് ഹാഡ് ലെഫ്റ്റ് വിത്ത് മൈ ബ്രദർ ബിഫോർ ഐ റീച്ച്ഡ് ദ സ്കൂൾ. രണ്ട് കാര്യം നടന്നു. അത് നമ്മളിവിടെ ഒരു സെന്റൻസ് പറയാണ്. നടന്ന രണ്ട് കാര്യം, ഒന്ന് എൻ്റെ ബ്രദറിനെ കൊണ്ട് കിഡ്നാപ്പേഴ്സ് പോയതാണ്, രണ്ടാമത്തേത് ഞാൻ സ്കൂളിൽ എത്തിയതാണ്. ക്ലിയർ ആക്കണം. സോ രണ്ട് കാര്യം നടന്നു, ഞാൻ സ്കൂളിലെത്തി, കിഡ്നാപ്പേഴ്സ് എൻ്റെ ബ്രദറിനെയും കൊണ്ടുപോയി. ഇതിനകത്ത് ആദ്യം നടന്ന കാര്യം ഏതാ? കിഡ്നാപ്പേഴ്സ് പോയതിന് ശേഷമാണ് ഞാൻ എത്തിയത് എന്നല്ലേ പറഞ്ഞത്? ദ കിഡ്നാപ്പേഴ്സ് ഹാഡ് ലെഫ്റ്റ് വിത്ത് മൈ ബ്രദർ ബിഫോർ ഐ റീച്ച്ഡ് ദ സ്കൂൾ. ഞാൻ സ്കൂളിൽ എത്തുന്നതിന്റെ മുമ്പേ അവര് കിഡ്നാപ്പേഴ്സ് ബ്രദറിനെ കൊണ്ട് പോയിട്ടുണ്ട്. സോ ആദ്യം നടന്ന കാര്യം ഇതാണ്, ദ കിഡ്നാപ്പേഴ്സ് ഹാഡ് ലെഫ്റ്റ് വിത്ത് മൈ ബ്രദർ. സെക്കൻഡ് നടന്ന കാര്യം ഏതാണ്? ഐ റീച്ച്ഡ് ദ സ്കൂൾ. ക്ലിയർ അല്ലേ? അപ്പോ ഇതിൽ ആദ്യം നടന്നതിന്റെ കൂടെ നമ്മൾ ഏത് കൊടുത്തു? ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഹാഡ് പ്ലസ് V3. ഇതാ കിഡ്നാപ്പേഴ്സ് നമ്മളെ സബ്ജക്റ്റ്, അതിന്റെ കൂടെ നമ്മൾ എന്ത് കൊടുത്തു? ഹാഡ് പ്ലസ് V3. ലെഫ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? V3 ഫോം ആണ്. ലീവ്, ലെഫ്റ്റ്, ലെഫ്റ്റ്. ക്ലിയർ ആണേ? അപ്പോ നമ്മള് രണ്ടാമത് നടന്ന കാര്യത്തിന്റെ കൂടെ നമ്മൾ എന്താ കൊടുത്തത് നോക്കണം. സബ്ജക്റ്റ് ഐ, റീച്ച്ഡ് V2. സോ സബ്ജക്റ്റ് പ്ലസ് V2 എന്ന് പറയുന്നത് ഏത് ടെൻസ് ആണെന്ന് അറിയാം? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ടെൻസ്. വിച്ച് ഇസ് ദാറ്റ് ടെൻസ്? ദാറ്റ് ഈസ് സിമ്പിൾ പാസ്റ്റ് ടെൻസ്. അപ്പോ കഴിഞ്ഞു പോയ രണ്ട് കാര്യങ്ങളെ പറ്റി പറയുന്ന സമയത്ത് ആദ്യം നടന്ന കാര്യത്തെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ ഹാഡ് പ്ലസ് V3, അതായത് ഏത് ടെൻസ്? ദാറ്റ് ഈസ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. രണ്ടാമത് നടന്ന കാര്യത്തെ പറ്റി പറയാൻ ദാറ്റ് ഈസ് സബ്ജക്റ്റ് പ്ലസ് V2, സിമ്പിൾ പാസ്റ്റ്. ക്ലിയർ? ഇത്രയാണ് നമുക്ക് എന്തിൽ പഠിക്കേണ്ടതുള്ളൂ?
പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് പഠിക്കേണ്ടതുള്ളൂ. ഓക്കെ, ഇത് നമ്മുടെ എഡിറ്റ് ദ പാസേജിൽ അധിക പ്രാവശ്യവും ചോദിക്കുന്നൊരു ചോദ്യമാണ്. ആ ക്വസ്റ്റ്യൻ മോഡൽ നമുക്ക് പിന്നെ പരിചയപ്പെടാം. ആദ്യം ഇത്രയും കാര്യം മാത്രം പാസ്റ്റ് പെർഫെക്റ്റിനെ പറ്റി മനസ്സിലാക്കി വെക്കുക. ഫോം മനസ്സിലാക്കുക, എവിടെ യൂസ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുക. ക്ലിയർ? സോ ലിസൺ കെയർഫുള്ളി. അവർ ലാസ്റ്റ് ടെൻസ് ഇൻ ദ പാസ്റ്റ് ടെൻസ്, ദാറ്റ് ഇസ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. Okay, before moving to past perfect continuous tense, we want to rewind the form of present perfect continuous tense. What was it? Subject plus, have or has plus, been plus, verb plus, ing. So, here the auxiliary verbs only changes. There it was have or has, and here it is had. Okay? ഈ ഒരു മാറ്റം ഇവിടെ ഉള്ളൂ. ഹാവ് ഓർ ഹാസ് ആണ് അവിടെ, ഇവിടെ എന്താവുന്നു? ഹാഡ് ആവും. ക്ലിയർ? സോ നമ്മൾ എവിടെയായിരുന്നു യൂസ് ചെയ്തത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്? എവിടെയാ യൂസ് ചെയ്തത്? നേരത്തെ തുടങ്ങി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം പറയാനാണ്. നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. നേരത്തെ തുടങ്ങി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്ന ഒരു കാര്യം. ആ കാര്യമാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ? ഇനി പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എങ്ങനെയുള്ള കാര്യം പറയാനാണ്? കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. നേരത്തെ തുടങ്ങി പാസ്റ്റില് ഒരു സമയം വരെ കണ്ടിന്യൂ ചെയ്തു, ഇപ്പൊ എന്ത് ചെയ്യുന്നില്ല? കണ്ടിന്യൂ ചെയ്യുന്നില്ല. ക്ലിയർ ആണേ? എക്സാമ്പിളിൽ കൂടെ ക്ലിയർ ആക്കണം. എന്താണ്? I had been working as a teacher since 2016. Okay. 2016 മുതൽ ഞാനൊരു ടീച്ചറായിട്ട് വർക്ക് ചെയ്ത് വരികയായിരുന്നു. ഓക്കെ, ആയിരുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ എന്തില്ല? ഇപ്പൊ ഇല്ല. ഇപ്പൊ വേറെന്തോ സംഭവിക്കുന്നുണ്ട്. എന്താണ്? Now I am preparing for IAS. So ടീച്ചിങ് എന്നുള്ള ഫീൽഡ് ഞാൻ വിട്ടു, ഇപ്പൊ ഞാൻ IAS എക്സാമിനുള്ള പ്രിപ്പറേഷനിലാണ്. അപ്പൊ 2016 തുടങ്ങി, കുറച്ച് സമയം നീണ്ടു നിന്നു, സ്റ്റോപ്പ് ചെയ്തു, ഇപ്പൊ എന്തല്ല? ഇല്ല. സോ സ്റ്റാർട്ടഡ് ഇൻ ദ പാസ്റ്റ് ആൻഡ് ഗോയിങ് ഓൺ ഫോർ സം ടൈം ഇൻ ദ പാസ്റ്റ് ആൻഡ് സ്റ്റോപ്ഡ്. നേരത്തെ തുടങ്ങി, കുറച്ചു നേരം തുടർന്നു, അവിടെ സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെയുള്ള കാര്യമാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് പറയും. സോ പാസ്റ്റിലെ 2 ടെൻസ് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു, ബാക്കി 2 ടെൻസ് ഈ ക്ലാസ്സിൽ. ഓക്കെ, സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, ദെൻ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ, ക്ലിയർ ആക്കണം എല്ലാത്തിന്റെയും ഫോം. സോ വി ഓൾറെഡി ഡിസ്കസ്ഡ് ദ 2 മെയിൻ ടെൻസസ് ദാറ്റ് ആർ present tense and past tense. As you know, the present tense have subdivisions that are simple present tense, present continuous, present perfect and present perfect continuous. So like that past tense also, simple past, past continuous, past perfect continuous. So now I think you all are clear with the form of these tenses and which are the auxiliary that we uses and which are the timing words and verb we uses this tense. So I think there is no doubt regarding these 2 tenses. So study it well, make more and more examples and write it down in your paper and try to make it as a sentence and study it properly. Okay. കൃത്യമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. ഈ 2 ടെൻസിലും ഇനി പ്രത്യേകിച്ച് ഡൗട്ടുകളൊന്നും ഇല്ല എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ പറയാനുള്ള കാര്യം, ഇംഗ്ലീഷ് എന്നുള്ള സബ്ജക്റ്റ് നമ്മൾ പഠിക്കുന്നത് എല്ലാത്തിലുപരിയായിട്ട് അതിൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ടു കമ്മ്യൂണിക്കേറ്റ് ഇൻ ഇംഗ്ലീഷ് എന്നുള്ളതാണ്. സോ നമ്മൾ ഇതുവരെ പറഞ്ഞ ക്ലാസ്സുകളെല്ലാം നമ്മളൊരു മിക്സ്ചറാണ്. മലയാളം ആൻഡ് ഇംഗ്ലീഷ് രണ്ടും കൂടി കൂടിയിട്ടുള്ള മിക്സ്ചറാണ്. നമ്മളിപ്പോൾ വിക്ടേഴ്സ് ചാനലിൽ ക്ലാസ് കാണുന്നുണ്ടാവും, കംപ്ലീറ്റ് ഇംഗ്ലീഷാണ്. നമ്മൾ നെറ്റിലൊക്കെ നോക്കുന്ന സമയത്ത് അതിന് താഴെ വരുന്ന കമന്റ്സ് നമ്മൾ കാണുന്നത് മലയാളം മീഡിയം മനസ്സിലാവുന്നില്ല, മലയാളം പറയണം, ഇംഗ്ലീഷ് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഏതൊരു ലാംഗ്വേജ് നമ്മൾ പഠിക്കുമ്പോഴും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും. മലയാളം നമ്മൾ പഠിച്ചതും ഇങ്ങനെയൊക്കെ തന്നെയാണ്. സോ അത് നമ്മൾ ശ്രദ്ധിക്കാതിരിത്തോണ്ട.
മലയാളം നമ്മൾ ആദ്യം അക്ഷരം എഴുതി പഠിച്ചത്, ശേഷം അതിൻ്റെ കൂടെ ചിഹ്നങ്ങൾ ചേർത്ത് പഠിച്ചു, പിന്നെ ആദ്യം എളുപ്പമുള്ള വാക്കുകൾ നമ്മൾ പറയാൻ പഠിച്ചു, പിന്നെയാണ് നമ്മളത് വാക്യങ്ങളാക്കിയത്, പിന്നെയാണ് നമ്മൾ സെന്റൻസുകളാക്കിയത്. അതേപോലെ തന്നെയാണ് ഇംഗ്ലീഷും. ഓക്കെ, അപ്പോൾ പറഞ്ഞു നോക്കുക, ഇടയ്ക്ക് ഒന്ന് സംസാരിച്ച് നോക്കുക. കുറേ നേരം സംസാരിക്കണം എന്നല്ല, വെറുതെ വീട്ടിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് തമാശയായിട്ട് രാവിലെ എണീറ്റ് അമ്മയെ ചായ എന്ന് പറയുന്നതിന് പകരം എന്ത് പറഞ്ഞു നോക്കുക, മാം ബ്രിങ് മീ എ കപ്പ് ഓഫ് ടീ എന്ന് പറഞ്ഞു നോക്കുക. ഓക്കെ, അങ്ങനെയാ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കും. അച്ഛൻ വായിക്കി എന്ന് പറഞ്ഞിട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സൗര്യക്കേടാക്കല്ലി എന്ന് പറയുന്നതിന് പകരം എന്ത് പറഞ്ഞു നോക്കുക, ഡോണ്ട് ഇറിറ്റേറ്റ് മീ ഫാദർ, ഐ നോ വാട്ട് ടു ഡു. അങ്ങനെ സെന്റൻസുകൾ പറഞ്ഞു നോക്കുക. ഇങ്ങനെയും നമുക്ക് ഇംഗ്ലീഷ് പറയാൻ പറ്റൂ. അല്ലാതെ ഒറ്റ ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് ചടപടാന്ന് ഇംഗ്ലീഷ് ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ കേട്ടിട്ട് പറഞ്ഞിട്ട് ഇംഗ്ലീഷ് സിനിമകൾ കണ്ടിട്ട് ക്രിക്കറ്റ് കമന്ററി കേട്ടിട്ട് ഇങ്ങനെ തന്നെയാണ് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുക. സോ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. അല്ലാതെ നമ്മൾ ഈ പാസ്റ്റ് ടെൻസും പ്രസന്റ് ടെൻസും കൃത്യമായിട്ട് പഠിച്ച് അതിൻ്റെ ഓക്സിലറി പഠിച്ചതുകൊണ്ട് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു ഉറപ്പുമില്ല. സോ അത് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ എത്രത്തോളം എഫേർട്ട് എടുക്കുന്നോ അത്രത്തോളം അത് വിജയത്തിലെത്തും. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്ലാസ്. നമ്മൾ അടുത്തൊരു ഗ്രാമർ പോർഷനുമായിട്ട് വരും. ഓക്കെ, താങ്ക് യു.